അവസാനം അങ്ങുണ്ടാകില്ല. അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കില്ല. കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു. അങ്ങു വേണം നീതി. ക്രൂശിനെ വഹിക്കില്ല. കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. വീടും ഒന്നുണ്ട്, സ്വർഗീയ മന്ദിരം. ഈഹേ നാം സ്നേഹിച്ചു. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാ
ആദിഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്വർഗീയമായ ഞങ്ങളുടെ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവിക്കുന്നവരെ നൽകണമേ.
ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. അസ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഒട്ടേറെയുണ്ടൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. പോലെ
ദൈവമാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാശനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.
ആദരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുവാനുള്ള ശക്തരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആഴത്തിൽ നിന്നു ഞാൻ ആഗ്രഹമായി കേളുന്നു, ദൈവമേ എന്നെ നീ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. പരിശുദ്ധനും സ്തുതർഹനും ബലവാനും വിമർശനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. രാമപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവ്വജ്ഞനായ ഭരണകർത്താവും തന്നെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മീയനായ പരിപാലകരും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സഹോദരൻ വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കർക്ക് എഴുതിയ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും സുവിശേഷം ശ്രമിക്കാം. സത്യം സത്യമായി നിങ്ങളോട് പിതാവ് ചെയ്ത് കാണുന്ന കാര്യങ്ങൾ സംഭവിച്ചതനുസരിച്ച് ഒന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരത്തിനെ പുത്രൻ ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വിധം ഇതിനേക്കാൾ വലിയ പ്രവൃത്തികൾ അവിടെ നിന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്ന പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു.
പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായ നിങ്ങളോട് പറയുന്നു, വചനം കേൾക്കുകയും എന്നെ അയച്ചതിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട്. അവനെ ശിക്ഷാവധി ഉണ്ടാവുന്നില്ല, പിതാവ് മരണത്തിലുള്ള ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരും പുത്രന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കേൾക്കും. ആ സ്വരം ശ്രമിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നെ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നെ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കുവാൻ അധികാരവും അവനെ നൽകിയിരിക്കുന്നു. ഇത് നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കണ്ടവരെല്ലാം അവന്റെ സ്ഥിരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവത്തിനായി നന്മ ചെയ്തവർ ശിക്ഷാവധിനായി സിസ്റ്റർ ആൻസിയുടെ മരണത്തിൽ ഒത്തിരിയേറെ വേദനകളും കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ സിസ്റ്റർ ആൻസിയുടെ സമൂഹത്തിലെ അംഗങ്ങളായ എല്ലാ CMC സഭയിലെയും സിസ്റ്റേഴ്സ്, ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാവരോടും സേവനം. ഇത് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് സിസ്റ്റർ ആൻസി നായിക്ക് അവസാനമായി യാത്രയെ നൽകുവാൻ വേണ്ടിയിട്ടാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1007 ഖണ്ഡികയിൽ പ്രകാരം നമ്മൾ വായിക്കുന്നു. Death is the end of the earthly life. മരണം ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനവും അതുപോലെ തന്നെ സ്വർഗീയ ജീവിതത്തിന്റെ ആസ്വാദനത്തിന്റെ തുടക്കവുമാണ്. അതുകൊണ്ടാണല്ലോ യേശു കാൽവരിയിലെ കുരിശിൽ മരിക്കുമ്പോൾ യേശുവിനോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളൻ അവൻ യേശുവിനോട് പറയും, അങ്ങ് പരമേശ്വരനായിരിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. യേശു അവനോട് പറയുന്നതാണ്, നീ ഇന്ന് എന്നോട് കൂടെ പരമേശ്വരനായിരിക്കും. അൻസിയ അമ്മയുടെ മരണത്തിൽ ദർശനങ്ങളായ കുടുംബാംഗങ്ങളും സന്താനങ്ങളുമായ എല്ലാവരും ഓർക്കേണ്ടതും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമായ ഒരു കാര്യം ഇതാണ്. യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ തന്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിച്ചു. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ മരിച്ചു. അപ്പോൾ യേശുവിന് വേണ്ടി ഈ ഭൂമിയിൽ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുത്ത അൻസിയാണ് മരണശേഷം വചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ, സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ യേശുവിനോട് കൂടെ ആണ് എന്ന് നാം വിശ്വസിക്കുകയും ആശ്വസിക്കുകയാണ്. പറയുന്നത് പ്രകാരമാണ്, I am not dying, I am entering life. ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മ പറയുന്ന പ്രകാരമാണ്, എനിക്ക് ദൈവത്തെ കാണണം, ദൈവത്തെ കാണാൻ ഞാൻ മരിക്കണം. അമ്മ പോലെയുള്ള വിശുദ്ധരായ ആത്മാക്കൾ അവർ മരണത്തെ ഏറ്റവും അധികം സ്നേഹത്തോടുകൂടെ അവർ നോക്കിക്കാണുകയാണ്. ഞാൻ ഓർക്കുക, കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദ്യുതരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, നല്ല ജീവിതം നയിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മരണം എപ്പോഴും സന്തോഷകരമാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, വിശുദ്ധമായ ജീവിതം നയിച്ച വ്യക്തികൾ മരണത്തോട് അടുക്കുമ്പോൾ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ ഒത്തിരിയേറെ പ്രകാശകരമായി മുഖത്തോടുകൂടെ മരണത്തെ സ്വീകരിക്കുന്നത് നാം കാണും. അതേസമയം ഒരുക്കമില്ലാതെ വരുമ്പോൾ ഒത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടാകും. പ്രിയമുള്ളവരെ, അൻസിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ ഒരുക്കത്തോടുകൂടെ ഒത്തിരിയേറെ വിശുദ്ധമായ ജീവിതം നയിച്ചതിനു ശേഷം ദൈവത്തോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് സിസ്റ്ററിനെ ചുരുങ്ങിയ 1 വർഷക്കാലത്തെ പരിചയമാണുള്ളത്. ഇവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്കറിയാം, പലപ്പോഴും രോഗത്തിൻ്റെതായ വിഷമതകളുണ്ട് എന്ന് കരുതുന്നു. വിശുദ്ധ ഏറ്റവും അധികം ആത്മാർത്ഥതയോടുകൂടെ അല്ലെങ്കിൽ തീഷ്ണതയോടുകൂടെ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് അൻസിയെ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, രോഗത്തിൻ്റെതായ യാതൊരു വിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രകടിപ്പിക്കുക. എനിക്ക് തോന്നുക, ഈ സമൂഹത്തിലായിരുന്ന സിസ്റ്റേഴ്സും
ഈ സിസ്റ്ററിന്റെ സാന്നിധ്യം എപ്പോഴും ഒരു അനുഗ്രഹമായതിനെയാണ് കണ്ടിട്ടുള്ളത്. അതിനെയാണ് വിശ്വകുർബാനയുടെ ആമുഖത്തില് വിശ്വകുർബാന ആരംഭിക്കുന്നതിന് മുമ്പുള്ള ആമുഖത്തില് വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റർ എന്ന് ഇവിടെ താമസിക്കുന്ന കുട്ടികൾ ഈ സിസ്റ്ററിനെ അഭിസംബോധന ചെയ്തിരുന്നു. അപ്പോൾ വിളിച്ചവരോട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പരിപൂർണതയിൽ അതിന്റെ ഭംഗിയിൽ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ആൻസിനാമ ശ്രമിച്ചു. അപ്പോൾ ഇന്ന് ആൻസിനാമ നമ്മളിൽ നിന്നും വേർപെട്ടു പോകുമ്പോൾ ഈ സമൂഹത്തിലുള്ളവർക്ക് അവരുടേതായ വേദനകളുണ്ടാവാം, കുടുംബാംഗങ്ങൾക്ക് വേദനകളുണ്ടാവാം. എങ്കിലും നാം ഓർത്തിരിക്കേണ്ടത് ജീവിച്ചിരുന്നപ്പോൾ പ്രാർത്ഥിച്ചതിൽ കൂടുതൽ മരണശേഷം ദൈവസന്നിധിയിലായതുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിലായതുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിക്കുമെന്ന് നാം ഓരോരുത്തരും വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ സിസ്റ്ററിന്റെ പുനഃസംസ്കാര ചടങ്ങിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്കും ദൈവം ഒരു അവസരം നൽകുകയാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം വായിക്കും, നിന്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കുക. നാം ഈ പുനഃസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തെ സ്മരിക്കുകയും അതുപോലെ തന്നെ ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പ്രകാരമാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയാണ്, കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ ആളുകൾ ഒത്തിരിയേറെ വിധിക്കും. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം പറയുന്നതും ചെയ്യുന്നതുമായ ഓരോ കാര്യങ്ങളെയും ജനം വിധിക്കും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ വിധിക്കും. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ ആളുകൾ നമ്മളെ വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യാം. അതേസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാം ഓർക്കേണ്ടതിലാണ്, ദൈവം എപ്പോഴും കരുണയോടുകൂടെ നമ്മളെ വീക്ഷിക്കും. അനുഗ്രഹമായതുകൊണ്ട് എപ്രകാരമുള്ള ജീവിതമാണ് നാം നയിച്ചത്, മരിച്ച ദൈവസന്നിധിയിൽ എത്തുമ്പോൾ അവിടുന്ന് തീർച്ചയായും നമ്മുടെ ഓരോരുത്തരെയും കരുണയോടുകൂടെ നോക്കും. ഈ പുനഃസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നവരായതാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും വിശുദ്ധമായി വിശുദ്ധതയോടുകൂടെ ഈ സിസ്റ്റർ നമുക്ക് കാണിച്ചിരുന്ന മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അപ്രകാരം ജീവിച്ച് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാനും ക്രിസ്തുവിൽ ജീവിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇപ്രകാരം നാം വായിക്കും, ഈ വചനം വിശ്വാസയോഗ്യമാണ്, നാം അവരോട് കൂടെ മരിച്ചുവെങ്കിൽ അവരോട് കൂടെ ജീവിക്കും. പ്രിയമുള്ളവരെ, ഈ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാനുഷികമായ എന്തെങ്കിലും കുറവുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ കരുണയോടുകൂടെ നോക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ സിസ്റ്ററിനെ ഈ സന്യാസ സമൂഹത്തിൽ നൽകിയ ഈ ദേവത്തിന്റെ കുടുംബത്തെ നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കണം. സിസ്റ്ററിന്റെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള ഒത്തിരിയേറെ നന്മകൾ, അല്ലെങ്കിൽ ആയുധ സമൂഹങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള നല്ല ശുശ്രൂഷകൾ തീർച്ചയായും ആ സിസ്റ്ററിലൂടെ ഈ സിസ്റ്ററിലൂടെ ആ കുടുംബവും അനുഗ്രഹിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ സിസ്റ്റർ രോഗിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ആയിരുന്നപ്പോൾ ആ സിസ്റ്റർ ശുശ്രൂഷിച്ച ഈ സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സ്, സുപ്പീരിയേഴ്സ്, അതുപോലെ തന്നെ മറ്റു സിസ്റ്റേഴ്സ്, അവരെല്ലാം ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവ്യബലിയിൽ സിസ്റ്റർ ആൻസിനായും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളെയും ഈ സഭാ സമൂഹത്തെയും നമുക്ക് ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുകയും
എന്റെ ഈശോ സ്നേഹമാ എന്നിലേക്കെഴുന്നള്ളുമ്പോ എന്റെ ഈശോ സ്നേഹമായി എന്നിലേക്കെഴുന്നള്ളുമ്പോ എല്ലാം മറന്നു സ്തുതി പാടുന്നു നിന്നിൽ അലിയ മിഴിനീരോടെ. ഞങ്ങളുടെ ജീവിതായവും ദിവ്യവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാരണപുറം യോഗ്യരാക്കിയും ഞങ്ങളോട് കാണിച്ച വലിയ കൃപയെ പ്രതി ഞങ്ങളുടെ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യവൃത്തിന്റെ പ്രത്യാശയായ മിശിഹായും അമർത്തിന്റെ ഔഷധമായ കൃപാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സരത്തിന്റെയും നാഥായ നയിക്കും.
വളച്ചൊരു നീ കൃപയാനത് പൊല്ലി വരിയും കൃപയോട് കൺ പാർക്കണമേ. ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കതും കൈക്കൊണ്ട നാഥകണിയണമീ ബലിയിൽ. കർത്താവേ നിന്ദാസിക്കായി തിരുസന്നിധിയിൽ അടച്ചിടും ബലികൾ കൺപാക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. മഹിമയെഴുന്നൊരതിത്വത്തിൻ സുഖഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടിവരിൽ കനിയണമേ. ഇന്നീ ബലിതൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും കരുണയോടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും.
നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണം.